തെരഞ്ഞെടുപ്പുകൾ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ ചോദിച്ച ഒരു സിനിമ സെലക്ട് ചെയ്യുന്ന ഒരു മാനദണ്ഡം ഇപ്പോ ഇന്നത്തെ ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത്? ഡെഫിനറ്റ്ലി ഇപ്പോഴും നല്ല സിനിമയുടെ ഭാഗമാകാനാണ് ശ്രമിക്കുന്നത്. നമ്മളിപ്പോ വന്ന സമയം എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് നമ്മൾ പുതിയ ആളായതുകൊണ്ട് നമുക്ക് കൂടുതൽ വരുന്നതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി, ഞാൻ പറഞ്ഞ കുറച്ചും കൂടി നമുക്ക് സിനിമയിലൊന്ന് ഇപ്പൊ കുറച്ച് സിനിമകളായതുകൊണ്ട് ഇത് സൂക്ഷിച്ചു നീങ്ങണം എന്ന് പറയുന്ന അടുത്തൊരു ലെവലിലോട്ട് സഞ്ചരിക്കണം. അല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓഡിയൻസിന് എന്താണ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അത് ഉറപ്പായിട്ടും അത് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഇപ്പൊ റെലവെന്റ്, അല്ലെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു പ്രീ കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പൊ അപ്പത്തേക്ക് മാറിയേക്കാം ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഒരു സമയവും മനസ്സിൽ വെച്ചിട്ട് എന്തായിരിക്കും അവർക്ക് ആ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും, ആ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ഒരു ഇത് എപ്പോഴും നോക്കും ഈ പറഞ്ഞ. പക്ഷെ എന്തായാലും എൻഡ് ഓഫ് ദി ഡേ അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മുടെ ഏറ്റവും നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും അതിന് തന്നെ ശ്രമിക്കുന്നത്. ചിലത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഭയങ്കരമായിട്ട്, ചിലത് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ വന്നത് വിജയിക്കാതിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചോ? ഞാൻ പറഞ്ഞ ആ ഒരു മനസ്സ് പാകപ്പെട്ടോ? അത് തുടക്കം മുതലേ ഞാൻ എന്റെ മനസ്സിൽ ഉള്ള കാര്യം എന്താ വെച്ചാൽ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. അതിപ്പോൾ ഫെയിലിയർ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക, കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ അപ്പൊ അതാണ് സക്സസ് ആണെങ്കിൽ അത് ആ മൊമെന്റ് എൻജോയ് ചെയ്യുക, അതിൽ കുടുങ്ങി പോവാണ്ട് നിൽക്കുക, അമിതമായി സന്തോഷിക്കുക, അമിതമായി ദുഃഖിക്കാതിരിക്കുന്ന. അതെ, ഉറപ്പായിട്ടും എന്ത് സന്തോഷവും ദുഃഖമൊക്കെ ആണെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഇപ്പൊ സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും ഞാൻ നാളെ ഇത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇത് തന്നെ ബെറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിലേക്ക് മനസ്സിലാക്കും. അതെ അതെ. സത്യൻ അന്തിക്കാട് സാറിന്റെ സ്കൂളിൽ നിന്ന് അവിടുന്ന് സത്യൻ സാറിന്റെ കണ്ടെത്തലാണ്. അതൊന്നും എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു. ഇപ്പൊ കുറച്ച് സിനിമകളൊക്കെ ആയ ശേഷം ആ ഒരു തുടക്കകാലത്ത് കിട്ടിയ എന്തെല്ലാം ലെസൺസ് ആണ് ആ കൂടെ അഭിനയിച്ചവര്, ജനമേട്ടനായാലും വിരാജസ്മിനോടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതെന്തെല്ലാം മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്? ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലെസൺസ് അവരുടെ അടുത്ത് കിട്ടിയത്? എല്ലാരും കൂടെയും പ്രൈമറിലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ലെസണിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ആ വോംത്തില്ലേ, ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ സത്യൻ സാറിന്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം എത്രത്തോളം എൻവയൺമെന്റ്സ് നമ്മുടെ ക്രാഫ്റ്റിന് എത്രത്തോളം ബെറ്റർ ആക്കുന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് കാണാൻ പറ്റും. കാരണം അത്രയും നമ്മൾ കംഫർട്ടബിളായി, അത്രയും ഹാപ്പിയായി, എല്ലാവരും ഒരു കുടുംബം പോലെ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിനിമയുടെ അത് കൺവേ ചെയ്യുന്ന മെസ്സേജും ഇൻ ഇറ്റ് സെൽഫ് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഒരു വാല്യൂ അവിടെ നിന്ന് എടുത്ത് വരുന്നത് കൊണ്ട്, ആ നന്മയിൽ തന്നെ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് സത്യൻ സാറിൻ്റെ പടത്തിനെക്കാട്ടും എനിക്ക് ജീവിതത്തിലായിരുന്നു സാറിൻ്റെ ഐഡിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം സത്യൻ സാറിൻ്റെ സിനിമയിൽ എന്തായാലും നന്മ ജയിക്കും. എനിക്ക് ജനറലി ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. എല്ലാവരിലും എന്തെങ്കിലും നന്മയുണ്ട്. ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം, ആൾക്കാർ മോശം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, ഗ്രേ ആണ് ആൾക്കാർ. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സത്യൻ സാറിൻ്റെ സിനിമയിൽ എന്തായാലും നന്മ ജയിക്കും, എൻ്റെ എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ ഐഡിയോളജി എനിക്ക് ജനറലി ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐഡിയോളജിയാണ്. അപ്പം അതെനിക്ക് ചെറുതാമ്പഴി ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊക്കെ അത് ഒരുപാടുള്ളത് കൊണ്ട്. പിന്നെ ഈ ശരിക്കുള്ള ആൾക്കാരുടെ കഥ പറയുന്ന എക്സാജറേറ്റഡ് അല്ലാത്ത റൂട്ടഡ് ആയിട്ടുള്ള കഥകളും റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷൻസും പോർട്രേ ചെയ്യാൻ സത്യൻ സാറിന്റെ സിനിമകൾ തന്നെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി അകലേട്ടൻ്റെതും എനിക്ക് ആക്ച്വലി ഭയങ്കര സത്യൻ സാറിന്റെ ആ ഒരു സിമിലാരിറ്റി തോന്നിയത്. സർവമായ, അഖിലേട്ടൻ, പാച്ചുവും അത്ഭുത വിളക്കും രണ്ട് പടങ്ങളാണെങ്കിലും സത്യൻ സാറിന്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം അതും ഒരുപാട് സന്തോഷം ആക്ച്വലി. ഈ ഒരു എറയിൽ സത്യൻ സാറിന്റെ മാജിക് അഖിലേട്ടൻ കൊണ്ടുവരുന്നത്, അതും സന്തോഷം. ഇത് തന്നെ ആക്ച്വലി ബ്ലെസ്സിങ്സ് ആണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ. ഗ്രേറ്റസ്റ്റ് ലെസൺ സത്യൻ സാറിന്റെ അടുത്തുനിന്ന് എനിക്കിതാ. പ്രൈമറിലി സാറിന്റെ ഈ ഐഡിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.